ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വിഷുവിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസമാണ് കേട്ടോ വിഷുവിൻ്റെ. അപ്പോൾ അന്ന് ഞാൻ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വിഷുവിന് കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇനി വാവയുടെ 90 വരികയാണ്, അപ്പോൾ അതിനൊക്കെ കൂടെ ആയിട്ട് ചെയ്തതാണ്. ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അനിയനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അനിയൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഉറക്കം, അത് പതിവാട്ടോ. അതിപ്പോൾ വിഷു ആയാലും വിഷുവിൻ്റെ തലേ ദിവസമായാലും എന്ത് ഫങ്ഷൻ ഇല്ലാത്ത ടൈമായാലും ഉറക്കം മെയിനാണേ. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച ശേഷം അളിയനും കൂടി പടക്കം വാങ്ങിക്കാൻ പോവാട്ടോ. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ എന്നെ കളിയാക്കുകയാണ്, ഞാൻ എപ്പോഴും ഈ വീഡിയോ എടുത്തിട്ട് പിന്നാലെ നടക്കാൻ പറഞ്ഞിട്ട് അവർ കളിയാക്കാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി വന്നു. ഇപ്രാവശ്യം അങ്ങനെ പടക്കങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, കമ്പിത്തിരി പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്കാട്ടോ പോയത്. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ അവിടെ ആകുമ്പോൾ ചുറ്റുമുള്ളവരൊന്നും അങ്ങനെ പടക്കൊന്നും പൊട്ടിക്കുന്ന ആൾക്കാരല്ല, അപ്പോൾ അവനാകുമ്പോൾ സേഫാണല്ലോ, അങ്ങനെ വിചാരിച്ച് കൊണ്ടുപോയതാണ്. ഇനി കുറച്ച് അവൻ്റെ ഷോകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ അമ്മയ്ക്കും എനിക്കൊന്നും വയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്രാവശ്യം അങ്ങനെ ഒന്നും ചെയ്യാൻ പോയില്ല, പടക്കം കത്തിക്കാനും ഒന്നിനും പോയില്ല. സാധാരണ ഞാൻ പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന ആളാണ്, പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്നിനും വയ്യായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ് കേട്ടോ. തുടക്കത്തിൽ ചെറിയ പേടിയുണ്ടെങ്കിലും പിന്നെ അവൾ സെറ്റായിട്ടോ. പിന്നെ അച്ഛനെയും മാമനെയൊന്നും വിട്ടു കൊടുക്കാണ്ട് അവൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ തീർന്നതിനനുസരിച്ച് അവളുടെ കയ്യിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. എനിക്കെന്താ അറിയില്ല, ഈ വിഷുചക്രം കത്തിക്കുമ്പോൾ എപ്പോഴും പേടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വാങ്ങിച്ചിട്ട് ഇത് പൊട്ടി തെറിച്ചു കൂട്ടാ. അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായി ഈ ഒരു സംഭവം. അപ്പോൾ മോളേനെ ഞാൻ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അവളങ്ങനെ മാറുമൊന്നുമില്ല. പിന്നെ ഞാൻ എന്നാൽ ശരി ഞാനൊന്ന് കത്തിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പിത്തിരി ഇത് കത്തിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ ഈ നോവലത്തെ നായകന്മാരെ പോലെ വിഷാദമായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കമ്പിത്തിരി നമ്മുടെ കയ്യിലും കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അച്ഛനാണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാലം കൈമാറുന്ന നേരത്തെങ്ങാനും കണ്ടു കഴിഞ്ഞ ചെടി കത്തിക്കാൻ പോണു. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ ഞങ്ങൾ. ഇപ്പോൾ പരിചയമില്ലാത്തവരോട് പോലും ഞങ്ങൾ സംസാരിച്ച് കൂട്ടാവുന്ന ഒരാൾക്കാരാട്ടോ ഞങ്ങൾ. അപ്പോൾ അതിനിടയിലേക്ക് അധികം സംസാരിക്കാത്ത ഒരാളാണ് എൻ്റെ ചേട്ടൻ, അതായത് ഹസ്ബൻഡ്. പക്ഷേ ആളിപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു. ചേട്ടൻ ഇപ്പോൾ നന്നായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകൂടുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്വഭാവം എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് ആളുടെ റിലേയും കൂടിയും പോയിട്ട് നടക്കാം കേട്ടോ. കമ്പിത്തിരി കത്തിക്കണ ഇടയിൽ അവളുടെ കയ്യിലേക്ക് ചെറുതായിട്ടൊന്ന് കൊണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി പേടിയായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ അവൾ വീണ്ടും സെറ്റായി. ചെറുതായിട്ടൊന്ന് തെറിച്ചപ്പോഴേക്കും അവളൊന്ന് പേടിച്ചു. ഞാൻ ആദ്യം കത്തിക്കാൻ പോയത്. മാമനടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞുള്ളൂ. മാമൻ പുള്ളി വേണ്ട, മാമന് വേണ്ട.
അളിയനും മത്സരിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓരോന്നും. അങ്ങനെ ഇന്ന് തന്നെ തീർക്കണം എന്നുള്ള വാശിയിലായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ഒന്നുപോലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരെണ്ണം കത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ധൈര്യം സംഭരിച്ചിട്ട് ചേട്ടൻ പോയിട്ട് കത്തിച്ചു കേട്ടോ. അയ്യോ നിലച്ചക്രത്തിന്റെ സമയമാണോ? എന്തൊരു ഞങ്ങളുടെ ഇത് തെറിക്കുന്ന സാധനേ പൊള്ളുണ്ടേ. കണ്ട ഈ സാധനം അത് കൊള്ളും. ഇവരുടെ അതിന്റെ തുമ്പത്തെ സാധനം പൊളിഞ്ഞു കേട്ടോ. മേത്തിക്ക് തച്ച് വരുന്നത് കുഞ്ഞിന് ഇത് വേണ്ട വേറെ സാധനം മതി, പ്ലെയിൻ സാധനം മതി. പ്ലെയിൻ ഇതെടുത്തോ അത് നിർത്ത്. പെണ്ണെ മോതിയാക്കാനല്ല മാമന് കുറച്ച് അവിടെ ചോടച്ചു. ഒരു ചേരിച്ചടിക്കില്ല. ഞാൻ പടക്കത്തേക്ക് വെച്ചാൽ എല്ലാം കൂടി ടമാട്ടമ. അയ്യോ വിനോട്ടോ, ഞാനേ ഇന്ന് റീല് കണ്ടുള്ളൂ. ഇതെല്ലാം കൂടി കഴിഞ്ഞ മാമനോട് പറഞ്ഞ കേട്ടോ. അളിയനും കൂടി ഈ വർഷത്തെ അവസാനത്തെ പൂക്കുറ്റിയാട്ടോ കത്തിക്കാൻ പോണത്. ആരും പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല. അളിയന്മാരിപ്പോൾ പെര കത്തിച്ചോന്ന്, എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ കണി വെക്കലായിട്ടോ. വീട്ടിൽ ചെന്നു കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ ചേട്ടൻ. അപ്പോൾ കണിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീപ്പിക്കുന്നത് ചേട്ടനാണ് കേട്ടോ. ഞങ്ങളതിനെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടില്ല കേട്ടോ ഒരുക്കണ സമയത്ത്. ഒരു 5 മണി 5:30 ആയപ്പോൾ എന്നെയും മോളെന്നെ എണീപ്പിച്ചു. അമ്മ ആദ്യം പോയി കണി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെന്നെ എണീപ്പിച്ചിട്ട് ഞങ്ങളെന്നെ കണി കാണിക്കാനൊക്കെ കൊണ്ടുപോയിട്ടാണ്. എല്ലാം നന്നായിട്ട് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടൻ. വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കൃഷ്ണൻ്റെ വിഗ്രഹം കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങുകളൊക്കെയാണ് കേട്ടോ. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എല്ലാവരും ഒന്നും വാങ്ങിക്കുക ചെയ്തു കേട്ടോ. അതിനുശേഷം മോൾക്കാണെങ്കിൽ അനിയന് കൊടുക്കണം എന്ന് ആഗ്രഹം. അപ്പോൾ മോളേനെ അമ്മ പൊക്കി പിടിച്ചിട്ട് അനിയന് കുടിപ്പിക്കുകയാണ് കേട്ടോ. ഈ വിഷു വിച്ചൂട്ടൻ്റെ ആദ്യത്തെ വിഷുവാണ് കേട്ടോ. അപ്പോൾ അവന് എല്ലാവരും കൈനീട്ടം കൊടുക്കുന്നുണ്ട്. മോൾക്കും എല്ലാവരും കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അപ്പൂപ്പൻ കൊച്ചുമക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ കൈനീട്ടം. അതിന് ശേഷം മാമൻ കൊടുക്കുകയാണേ. മാമൻ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് മോനൊന്ന് ചിരിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാനും പറ്റും കേട്ടോ. മോൻ അവൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടേ ഇല്ലേ. അതിനുശേഷം ചേച്ചി അനിയനും തമ്മിലുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കിച്ചണിലുള്ള പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ അനിയനിങ്ങനെ ഈ പാട്ടും പാടിയിട്ട് അമ്മേനെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ തയ്യാറായിട്ടുണ്ട്. അമ്മയുടെ വകയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് ഫുള്ള്. ഞാനിപ്പോൾ കുറച്ചായിട്ട് അടുക്കളയിലൊന്നും കയറാറില്ല. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ ഓണത്തിന് ഉണ്ടായിട്ടുള്ളത്. അത് ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ അപ്പൂപ്പൻ്റെയും കൊച്ചുമോളുടെയും കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അമ്മ നന്നായി പാട്ട് പാടി. അപ്പോൾ അമ്മയുടെ വക പാട്ടും അപ്പൂപ്പൻ്റെയും മോളുടെയും വക ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മാമനും മോളും തമ്മിലുള്ള കുറച്ച് കോമ്പറ്റീഷൻസാണ്. കുറച്ചും ബലത്തിൽ ഇങ്ങനെ എമ്പുരാനേ എമ്പുരാനേ അങ്ങനെ യെസ് പവർ. പിന്നെ അമ്മയും അനിയൻ്റെയും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും കേട്ടോ. അപ്പോൾ അത് കാരണം അത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഫാമിലിയുടെ ഒരുമിച്ച് കൂടുമ്പോഴത്തെ സന്തോഷം ഉണ്ടല്ലോ, അത് എവിടെ പോയാലും കിട്ടില്ല എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ വൈകുന്നേരം നല്ല മഴയായിരുന്നു.
പിറ്റേ ദിവസം അവൻ പോവാണ് കേട്ടോ. പോണ സമയത്ത് വിഷുക്കോടിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ പോണ സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ മോള്. പോണ്ട പറയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങനെ ചേട്ടൻ അവനെ കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.